ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നാട്ടിൽ വെക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ആമസോണിലും മറ്റുമായിട്ട് കുറച്ച് പ്രോഡക്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പ്രോഡക്റ്റൊക്കെ വെച്ചിട്ട് ഒരു കളക്റ്റീവ് ഹോൾ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ആമസോണിൽ നിന്ന് മാത്രമല്ല, ഞാൻ 2-3 പ്രോഡക്റ്റ് ഇവിടെ കോട്ടയം ഷോപ്പിൽ നിന്ന് മേടിച്ചതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു വോൾ ഡെക്കോറാണ്. ഇത് 3 എണ്ണത്തിൻ്റെ സെറ്റാണ്. നല്ല രസമില്ല, നല്ല പേസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നത്. ഈ വോൾ ഡെക്കോർ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡ്രില്ല് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിൽ സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് റെൻറ്റിന് താമസിക്കുന്നവർക്ക് ഡ്രില്ലിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിന് വലിയ വിലയൊന്നും ആയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാം ആമസോണിൽ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്. 240 റുപ്പീസേ ഉള്ളൂ. വലിയ വിലയൊന്നുമില്ല, പക്ഷേ നല്ല രസമുള്ളൊരു വോൾ ഡെക്കോറുമാണ്. പിന്നെ ഇത് പല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടലി വെർട്ടിക്കലായിട്ട് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഞാൻ മറ്റേതെങ്കിലും വീഡിയോയിൽ ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് ചോക്ക് പെയിൻ്റ് ആണ്. അപ്പോൾ ഈ പെയിൻറ്റ്, ഈ ഒരു പർട്ടിക്കുലർ കളർ ഞാൻ കുറച്ച് നാളായിട്ട് തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ സ്റ്റേഷനറി കടയിലൊന്നും ഈ ഒരു പർട്ടിക്കുലർ കളർ എനിക്ക് കിട്ടിയില്ല. അതാണ് ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചത്. 2 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുമോ, ഞാൻ ഉടനെ തന്നെ ആ മേക്ക് ഓവർ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ചോക്ക് പെയിൻ്റ് എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷ് തരുന്ന ടൈപ്പ് പെയിൻ്റാണ്. നമ്മുടെ സാധാ പെയിൻറ്റ് പോലെയല്ല, നല്ല മാറ്റ് ഫിനിഷ് ആയിരിക്കും ചോക്ക് പെയിൻറ്റിന്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോഡക്റ്റ്. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് ഈ ഒരു ക്യൂട്ട് പില്ലോ ആണ്. അപ്പോൾ ഞാനൊരു ചെറിയ യൂട്യൂബർ ആയതുകൊണ്ട് വീഡിയോ പർപ്പസിന് വേണ്ടി മേടിച്ചതാണ് ഈ ഒരു പില്ലോ. പക്ഷേ ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പ് അല്ലാതെ സ്ക്വയർ ഷേപ്പ് പല ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്. ഇത് പ്രത്യേകിച്ച് ഞാനൊരു ജസ്റ്റ് എൻ്റെ വീഡിയോ പർപ്പസിന് വേണ്ടി മേടിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ഈ ഒരു വുഡൻ ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കുറേ ഷോപ്പിൽ കുറേ നാളായിട്ട് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കിവിടെ കിട്ടിയില്ല. അതാണ് ഞാൻ നാട്ടിൽ പോയപ്പോൾ ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇതൊരു പാക്കറ്റിൽ 100 എണ്ണമാണുള്ളത്. ഇതിനും വലിയ വിലയൊന്നും ആയില്ല. പല കളർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് കളറുണ്ട്, ലൈറ്റ് കളർ വേണം അതുണ്ട്. ഞാൻ ലൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് കുറേ DIY ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മാക്രമേ DIY ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു കർട്ടനാണ്. ഇത് ഞാനിപ്പം വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അതാണ് ഇത് ചുളിവൊക്കെ കാണുന്നത്. അയൺ ചെയ്യണം. അപ്പോൾ ഇത് അക്വ എന്ന് പറയുന്ന ഒരു കളറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 8 feet ആണ്, 475 ആണ് ആയത്. ഇതിപ്പം ഒരു പെയറാണ് കേട്ടോ, 2 ഉണ്ട്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് പിന്നെ ഞാൻ നാട്ടിൽ എപ്പോൾ പോയാലും മേടിക്കുന്ന 3 ഐറ്റമാണ് ബോറോലിൻ, സെബോലിൻ, ലാക്ടോകലാമിൻ. ഇത് 3ഉം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരും ഒരുപോലെ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് വാസ്ലിനേക്കാളും സെബോലിനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ബോറോലിൻ ആൻറ്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീമാണ്. നമുക്ക് കുട്ടികൾക്കും ഒക്കെ തേക്കാൻ നല്ല സേഫാണ്. നമ്മുടെ ബോഡി ഡ്രൈ ആവുന്നതിനൊക്കെ ബെസ്റ്റാണ് ബോറോലിൻ. അപ്പം നല്ല മണവുമാണ് ബോറോലിന്. ഈ 3 ഐറ്റവും ഇവിടെ ലുലുവിലൊക്കെ കിട്ടും കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ എന്തായാലും മേടിക്കുന്ന ഒരു ശീലമായിപ്പോയി ഇത്. പിന്നെ ലാക്ടോകലാമിൻ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒരു മസ്റ്റ് ഐറ്റമാണ്. നമുക്ക് ചൂടൂര് പോലത്തെ കാര്യങ്ങളൊക്കെ ലാക്ടോകലാമിൻ യൂസ് ചെയ്താൽ മതിയാവും. സെബോലിനും ഈ പറഞ്ഞ അതേ യൂസസ് ഒക്കെയാണ് ഉള്ളത്. ഈ 3 പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നല്ല മേടിച്ച അടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. സെബോലിൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇവിടെ ഇപ്പോഴും ചെറിയ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ 3 പേരുടെ സ്കിൻ നല്ല ഡ്രൈ ആണ്. ഈ 3 ഐറ്റവും വളരെ ചീപ്പാണ് കേട്ടോ. ബോറോലിനൊക്കെ എനിക്ക് തോന്നുന്നു 20 റുപ്പീസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇത് 3ആണ് ഞാൻ മേടിച്ച അടുത്ത പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ്. ഇത് പ്രസ്റ്റീജിൻ്റെ ആണ്. നല്ല ഐറ്റമാണ്. ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചെത്തി അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. മോനിപ്പോൾ എല്ലാ ഫുഡും ഇപ്പോൾ ഇതിലാണ്. ഇതിൽ ആ ഒരു റൗണ്ട് ഷേപ്പിലല്ലേ പാൻ കേക്ക് ആണെങ്കിലും ദോശയാണെങ്കിലും എല്ലാം അവൻ ഇതിലാണ് ഇപ്പം ഉണ്ടാക്കി കൊടുക്കണം, എന്നാലേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് മേടിച്ചത് നന്നായി. ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് ഈ ഒരു വോൾ സ്റ്റെൻസിലാണ്. അപ്പോൾ ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെൻസിലാണ്. അപ്പോൾ ഇതിന് വലിയ വിലയൊന്നും ആയില്ല. 180 എങ്ങാണ്ട് രൂപ ആയിട്ടുള്ളൂ. നല്ല വലിയ സൈസാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ പല പ്രിൻ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാനതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ കോട്ടയത്ത് ഗുഡ്വില്ലിൽ നിന്ന് മേടിച്ച 2 ഇയറിങ്സ് കാണിക്കാം. ഇതാണ് ഫസ്റ്റ് വണ്ണ്. അപ്പോൾ ഇത് എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കളർ കോഡ് ഉണ്ടായിരുന്നു. അപ്പം പിസ്ത ഗ്രീൻ ആയിരുന്നു കളറ്. അപ്പോൾ അതിന് ഇടുന്ന ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് മേടിച്ചതാണ്.
നെക്സ്റ്റ് മേടിച്ചത് ഈ ഒരു ഇയറിംഗ് ആണ്. ഇതൊരു കാഷ്വൽ വെയറിൻ്റെ കൂടെ ഇടാൻ പറ്റുന്നൊരു ഇയറിംഗ് ആണ്. ഇത് രണ്ടും ഞാൻ ആമസോണിൽ നിന്നല്ല കോട്ടയത്തു നിന്നാണ് മേടിച്ചത്. പിന്നെ മേടിച്ചത് ഒരു ട്രൈപോഡാണ്. ഇതും ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. വലിയ വിലയൊന്നും ആയില്ല, 500 രൂപ 600 രൂപ ആ റേഞ്ചിലുള്ളതാണ്. റിമോട്ടും ഒക്കെ ഉള്ളൊരു ട്രൈപോഡാണ് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്യുവർ അലോവേറ ജെല്ലാണ്. ബിൽവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചാണ്, പക്ഷേ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇത് ഞാൻ മോന് വേണ്ടി മേടിച്ചാണ്. കാരണം അവൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. വെയിലത്തൊക്കെ ഇറങ്ങിയാൽ കവിളൊക്കെ നന്നായിട്ട് ചുമക്കും. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടാണ് അലോവേറ ജെല്ല് തേക്കാൻ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു നല്ല ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പ്യുവർ ആയിട്ടുള്ള അലോവേറ ജെൽ, അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ അലോവേറ ജെല്ല് തേക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിന് ഇൻഗ്രീഡിയൻസ് നോക്കിയാലും 99% അലോവേറ ജെല്ലാണ്. പിന്നെ ഫ്രാഗ്രൻസ് ഒന്നുമില്ല, പിന്നെ കളറും ചേർത്തിട്ടില്ല. നമുക്ക് കാണാം മിക്ക അലോവേറ ജെല്ലും നമ്മൾ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ലും ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. പക്ഷെ ശരിക്കും അലോവേറ ജെല്ലിൻ്റെ കളറ് ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടപ്പോൾ നല്ല ജെല്ലായിട്ട് തോന്നി, അങ്ങനെയാണ് മേടിച്ചത്. ഇപ്പം ഞാൻ മോനെ ഉപയോഗിച്ച് തുടങ്ങി കേട്ടോ. ഉപയോഗിച്ചു, പുറത്തൊക്കെ നടക്കാനൊക്കെ പോകുമ്പോഴത്തേന് ആളുടെ മുഖം ചുമക്കും, അപ്പോഴത്തേന് ഞാൻ തേക്കാറുണ്ട്. ഇതുവരെ നല്ല റിസൾട്ട് തന്നെയാണ്, നല്ല ജെല്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികളുടെ മുഖം ചുമക്കുന്നത് ഡോക്ടർ പറഞ്ഞത് സൺബേൺ ആവുന്നതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സൺബേണിന് ബെസ്റ്റാണ് അലോവേറ ജെല്ല്. പിന്നെ വലിയ കോസ്റ്റ്ലി അല്ല, 150 റുപ്പീസ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. പിന്നെ നൈക്കയിലും ഒക്കെ ഇത് അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇത് നഴ്സറിയിൽ നിന്നൊന്നും കൊണ്ടുവന്നല്ല, ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദറിലോ ഒരുപാട് ചെടി വളർത്തുന്ന ഒരാളാണ്. അപ്പോൾ മമ്മിയുടെ കളക്ഷനിൽ നിന്ന് കുറച്ച് ചെടി കൊണ്ടുവന്നതാണ്. ഇത് സിങ്കോണിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ചെടിയായിരുന്നു. അപ്പോൾ ഇത് കൊണ്ടുവന്നു. ഞാനിത് ചട്ടിയിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ചൈനീസ് എവർഗ്രീൻ ആണ്. ഇതും ഞാൻ ചട്ടിയിലാക്കി. ഇതും കുഴപ്പമൊന്നുമില്ല, ഇതുവരെ നന്നായിട്ട് വളരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 2 പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ നിങ്ങൾക്ക് കാണാം, 2 പൂക്കളൊക്കെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വളരുന്നുണ്ട്. സിങ്കോണിയും ഇതെല്ലാം ഞാൻ പേപ്പറിൽ പേപ്പർ വെള്ളം തളിച്ചിട്ട് ആ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് ഈ തണ്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ മണ്ണിലേക്ക് മാറ്റിയത്. പിന്നെ ഞാൻ കൊണ്ടുവന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ സ്നേക്ക് പ്ലാന്റ് എൻ്റെ കയ്യിലില്ല. ഈ സ്നേക്ക് പ്ലാന്റ് നല്ല കുടം പോലെ, എന്താ പറയുക, വലിയ ഹൈറ്റ് വെക്കാത്ത സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നല്ല ഹൈറ്റുള്ള സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ചട്ടി നിറഞ്ഞിങ്ങനെ കുടം പോലെ ഇരിക്കുന്ന ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിന് വലിയ ഹൈറ്റ് വെക്കത്തില്ല. അപ്പോൾ ഇത് ഒരെണ്ണം കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു തണ്ടും കൂടെ. അത് ഞാനിപ്പോഴും വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഇനി നല്ലൊരു ചട്ടിയിലോട്ട് മാറ്റണം. ഒരാഴ്ച ഞാൻ കൊണ്ടുവന്ന എല്ലാ ചെടിയും വെള്ളത്തിലിട്ടേക്കുമായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഇപ്പോഴും വെള്ളത്തിൽ തന്നെ ഇരിക്കുന്നത്. ഇത് ഉടനെ ഇനി ചട്ടിയിലോട്ട് മാറ്റണം. പിന്നെ ഞാൻ കൊണ്ടുവന്ന ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രൂട്ടോൺസ്. ഇത് പക്ഷേ വാടി നിൽക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല ഇത് മണ്ണിലോട്ട് മാറ്റിയാൽ പിടിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളത്തിൽ ഇത്രയും നാൾ ഇട്ടിട്ടും അതിങ്ങനെ വാടി പോവാണ്, ഇലയൊക്കെ കൊഴിയാൻ തുടങ്ങി. മണ്ണിലോട്ട് മാറ്റിയാൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ കൊണ്ടുവന്നത് ഈ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് സാധാരണ ഹൈറ്റുള്ള ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതും വെള്ളത്തിലിരിക്കുവാണ്. ഇതിനെയും ചട്ടിയിലോട്ട് മാറ്റണം ഉടനെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ ചെക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.